വെൽക്കം ടു ആസ്ക് ഡോക്ടർ മിംസ്. ഇന്നത്തെ എപ്പിസോഡിലെ വിഷയം ഭക്ഷ്യവിഷബാധയാണ്. സർവ്വസാധാരണമായ ഒന്നാണിപ്പോൾ ഭക്ഷ്യവിഷബാധ. പഴകിയതും കേടായതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ആഹാരം പാചകം ചെയ്യുന്നതും സൂക്ഷിക്കുന്നതുമൊക്കെയാണ് ഇതിന് പ്രധാന കാരണം. ബാക്ടീരിയകൾ, വൈറസുകൾ, പാരസൈറ്റുകൾ, ഫംഗസുകൾ, രാസവസ്തുക്കൾ എന്നിവയാണ് ഫുഡ് പോയിസണിങ്ങിന് കാരണം. കേടായ ഭക്ഷണത്തിലൂടെ ഇവ ശരീരത്തിലെത്തുമ്പോഴാണ് വിഷകാരികളായി മാറുന്നത്. സ്റ്റെഫൈലോകോക്കസ്, കാംപൈലോബാക്ടർ, സാൽമോണല്ല, ഈ കൊളൈ, ബോട്ടുലിസം ഉണ്ടാക്കുന്ന ക്ലോസ്ട്രിഡിയം, നോറോവൈറസ് തുടങ്ങിയ അണുക്കളാണ് ഭക്ഷ്യവിഷബാധയുണ്ടാക്കുന്നതിൽ പ്രധാനം. കടുത്ത വയറിളക്കം, മനംപുരട്ടൽ, ഛർദി, വയറുവേദന, കടുത്ത ക്ഷീണം, പനി എന്നിവയാണ് ഭക്ഷ്യവിഷബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ. ചിലപ്പോൾ അപസ്മാരവും വസ്തുക്കളെ രണ്ടായി കാണുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. വൃക്കരോഗങ്ങൾ, നാഡീവ്യവസ്ഥയുടെ തകരാർ, ആർത്രൈറ്റിസ്, രക്തസ്രാവം, പക്ഷാഘാതം, ഹൃദയപേശികൾക്ക് വീക്കം എന്നിവ ഫുഡ് പോയിസണിങ്ങിന്റെ ദീർഘകാല സങ്കീർണതകളാണ്. ചെറിയ തോതിലുള്ള ഛർദിയോ വയറിളക്കമോ ആണെങ്കിൽ ധാരാളം വെള്ളം കുടിച്ച് നിർജ്ജലീകരണം ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ മതിയാകും. എന്നാൽ 1 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, വൃക്കരോഗികൾ, പ്രമേഹ രോഗികൾ, ക്യാൻസർ രോഗികൾ, HIV ബാധിതർ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റാൽ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. ഛർദി 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കുക, 24 മണിക്കൂറായിട്ടും വെള്ളവും മറ്റു പാനീയങ്ങളും കുടിക്കാൻ സാധിക്കാതെ വരിക, 3 ദിവസമായിട്ടും വയറിളക്കം നിൽക്കാതിരിക്കുക, വയറിളകുമ്പോഴും ഛർദിക്കുമ്പോഴും രക്തത്തിന്റെയും ചലത്തിന്റെയും അംശങ്ങളുണ്ടാവുക, രോഗിക്ക് ബോധമില്ലാതാവുക, ചിന്തകളിൽ ആശയക്കുഴപ്പമുണ്ടാവുക, വ്യക്തതയില്ലാത്ത അവസ്ഥ, വസ്തുക്കളെ രണ്ടായി കാണുക, നാവ് കുഴയുക, 100 ഡിഗ്രി പനിയുണ്ടാവുക, നിർജ്ജലീകരണമുണ്ടാവുക എന്നീ ലക്ഷണങ്ങൾ ഉള്ളവരെ അതിവേഗം ഹോസ്പിറ്റലിൽ എത്തിച്ച് ചികിത്സ നൽകണം. ഭക്ഷ്യവിഷബാധയേൽക്കുന്ന രോഗിയുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ജലാംശത്തിന്റെ തോതനുസരിച്ചാണ് ചികിത്സ നിശ്ചയിക്കുന്നത്. വയറിളക്കത്തിലൂടെ രോഗിയുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമായ ജലവും ധാതുക്കളും ലവണങ്ങളും മറ്റും തിരിച്ചു പിടിക്കുന്നതിനായി റീഹൈഡ്രേഷൻ ചെയ്യണം. അതിനായി ധാരാളം വെള്ളം കുടിക്കാൻ നൽകണം. ORS ലായനി, ഉപ്പിട്ട കഞ്ഞിവെള്ളം, പപ്പടം ചുട്ടത്, ഇളനീർ എന്നിവയെല്ലാം രോഗിക്ക് നൽകണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വയറിളക്കമുണ്ടാവുമ്പോൾ അത് തടയാൻ മരുന്ന് കഴിക്കരുത്. വിഷകാരികളായ അണുക്കളെ പുറന്തള്ളാനുള്ള ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനമാണ് ഇത്തരം ലക്ഷണങ്ങൾ. ഇത് തടഞ്ഞാൽ അണുക്കൾ വയറ്റിലടിഞ്ഞ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാവും. നിങ്ങളുടെ സംശയങ്ങൾ ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. അവർ ഇമെയിൽ ID ask@drmims.com. നാളെ വീണ്ടും കാണാം പുതിയൊരു വിഷയവുമായി. താങ്ക് യു.